ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്, അതായത് ബാറ്ററി ചാർജ് കൃത്യമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. ഇത് നമുക്ക് വണ്ടിയിൽ ഇരുന്ന ബാറ്ററിയാണ്. എനിക്ക് തോന്നുന്നു ഇത് സെക്കൻഡ് ഹാൻഡ് നമുക്ക് സെപ്പറേറ്റ് വാറണ്ടിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഒരെണ്ണം സ്പെയറായിട്ട് വണ്ടിയിൽ വെച്ചേക്കണ ബാറ്ററിയാണ്. അപ്പോൾ അത് ഓൾറെഡി ഫുൾ ചാർജ് കുറവാണ്, അതായത് വോൾട്ടിൽ ആംപിയർ കുറവാണ്. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ സാധനം സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടി ചാർജ് ചെയ്തിരുന്നു, അതായത് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ അതിൻ്റെ പുതിയ 2024 മോഡൽ ബാറ്ററി ഫുൾ ചാർജുള്ള ബാറ്ററി ഞാൻ അത് വെച്ച് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നിലവിൽ വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്ന അളവ് വളരെ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് നമുക്കറിയാം കീ സെറ്റൊക്കെ മാറ്റി നമ്മൾ വിടുന്ന സമയത്തൊക്കെ ഓക്കെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ ചില സമയങ്ങളിലുള്ളൂ, ചില സമയങ്ങളിൽ ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവിൽ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ, എന്നാൽ ചില സമയങ്ങളിൽ കയറി വരികയും ചെയ്യും. അളവ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. കയറുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈന്യൂട്ടായിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തേക്ക് കയറി ശരിക്കും 14.5 വോൾട്ട് വരെ വരണം നമുക്ക്. ബാറ്ററിയിലേക്ക് വണ്ടിമേന്ന് കയറുന്ന അളവ് 14.5 വോൾട്ട് വരെ വരണം. ഇത് അതിനകത്തേക്ക് വൻ ചെയ്ത് 13.20 ഒരു 30 കൂടുതലേക്ക് അങ്ങോട്ട് കയറുന്നില്ല. അതാണ് മെയിനായിട്ട് എൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടുള്ളത്. സാധാരണ രീതിയിൽ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ റെക്ടിഫയർ യൂണിറ്റൊക്കെയാണ് കംപ്ലയിൻറ്റ് വരാറ്, ഈ ഇരിക്കുന്ന യൂണിറ്റ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കി, പക്ഷേ അതിൻ്റെ എല്ലാ സംഭവം ഇതിപ്പോൾ നമ്മൾ വണ്ടി ഇരുന്നിരുന്നതാണ്. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ പുതിയത് വെച്ചതാണ് അതിൻ്റെ കേട്ടോ. പുതിയത് വെച്ച് നോക്കി, പക്ഷേ അതിൻ്റെ എല്ലാ കംപ്ലയിൻറ്റ്. അപ്പോൾ ഒന്നോടെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വരുന്ന മാഗ്നറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കോയിലുണ്ട്, സ്റ്റാർട്ടർ കോയിൽ എന്ന് പറയും. ഒന്നാലെ ആ കോയിൽ, അതല്ലെങ്കിൽ നമുക്ക് വയറിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ആവണം. അപ്പോൾ കോയിലിൻ്റെ കേസ് മാറ്റി വെച്ച് നോക്കിയതിന് ശേഷം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് വയറിങ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊന്നും പ്രത്യക്ഷ വല്ല പൊട്ടലോ കാര്യങ്ങളോ ലൂസ് കോൺടാക്റ്റോ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ആ കോയിൽ സെറ്റൊന്ന് മാറ്റി വെച്ച് നോക്കാം, നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം കേട്ടോ. ശരിക്കും ബാറ്ററിയിലേക്ക് കയറുന്ന അളവ് 14ൻ്റെ മുകളിലേക്ക് വരണം. ഒരു 14-10 മുകളിലെങ്കിലും ഉണ്ടെങ്കിലാണ്. 14 വെച്ചാൽ പക്കയാണ്. 14ൻ്റെ മുകളിലെങ്കിലും കറക്റ്റ് വന്നാലാണ് ബാറ്ററി ഓൾറെഡി ഡിസ്ചാർജ് ആവാണ്ട് നിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് നമ്മൾ പവർ ഇങ്ങോട്ടേക്ക് എടുക്കും, തിരിച്ച് ബാറ്ററിയിലേക്ക് പവർ കയറാതെ വരും. അതാണ് കുറേ കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഡെഡ് സ്റ്റേജിലേക്ക് പോകും, തീരെ ചാർജ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതാണ് ശരിക്കും സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കിക്കർ അടിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് നല്ല ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ നിലയിൽ പ്രത്യക്ഷത്തിൽ ക്ലച്ചിനകത്ത് വേറെ കാണുന്നില്ല. വേറെ നമ്മൾ ക്ലച്ച് അഴിക്കുകയോ പീസാക്കുകയോ ഗ്രീസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. നിലവിൽ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട വർക്ക് പറഞ്ഞതുകൊണ്ട് അത് നോക്കണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.